ജോളിയച്ചനോടൊപ്പം സെമിനാരിയിൽ 11 വർഷം ഒരുമിച്ച് പഠിക്കുവാനും അദ്ദേഹത്തെ അനുഭവത്തിലും അദ്ദേഹത്തിന്റെ ഒപ്പം കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഒക്കെ വളരുവാൻ അവസരം കിട്ടിയ ഒരു വൈദികനാണ് ഞാൻ, അദ്ദേഹത്തിന്റെ ബാച്ച്മേറ്റ്. ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു അനുഭവം, കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുകയും അദ്ദേഹത്തോടൊപ്പം 15 മിനിറ്റ് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ജോളിയച്ചന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം വിശുദ്ധ യൗസേപ്പിന്റെ, ബൈബിളിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ പോലെ തന്നെ ഏറ്റവും മാലാഖമാരോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ ഭാഷയിൽ പഠിച്ചിരുന്നപ്പോൾ ഈ 11 വർഷത്തിൽ ഒരു മനുഷ്യനോട് പോലും അദ്ദേഹം വഴക്കുണ്ടാക്കുകയോ അതോടൊപ്പം തന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യനോട് മറുവാക്ക് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് അദ്ദേഹത്തിന് വലിയ പുണ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തോടൊപ്പം പഠിക്കുവാൻ സാധിച്ചതിലും ഒരുമിച്ച് പട്ടം സ്വീകരിക്കാൻ സാധിച്ചു എന്നതിലും തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് സ്വന്തമായിട്ട് തോന്നിയിട്ടുള്ളത്, അദ്ദേഹം ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു. എപ്പോഴും ദൈവത്തിനു വേണ്ടി മാത്രം ഓടി പ്രവർത്തിച്ച് അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയോടൊപ്പം ഒരുമിച്ച് ജീവിക്കുവാൻ സാധിച്ചത് തന്നെ ഒരു വലിയ ധന്യമായി കാണുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അദ്ദേഹം സ്വർഗത്തിൽ എന്തു വന്നാലും അദ്ദേഹം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും എന്ന് തന്നെയാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, വിശുദ്ധ യൗസേപ്പിനെ ഉറങ്ങാൻ അനുവദിച്ചിട്ട് ജോളിയച്ചൻ വിശുദ്ധ യൗസേപ്പ് ചെയ്യേണ്ട എല്ലാ പ്രവർത്തികളും ദൈവത്തിനു വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തി വൈദികനായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഈ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു.